നമസ്കാരം. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കിടിലൻ ജയം നേടിയ ശേഷം ഇന്ത്യൻ ടീം ഇനി അവർക്കെതിരെ T20 പരമ്പര കളിക്കാൻ ഒരുങ്ങുകയാണ്. ഈ മാസം 6-ന് ആരംഭിക്കാനിരിക്കുന്ന പരമ്പരയിൽ 3 മത്സരങ്ങളാണ് ഉള്ളത്. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ യുവ കളിക്കാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ടീമിനെയാണ് ഇന്ത്യ T20 പരമ്പരയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സൂര്യകുമാർ യാദവ് T20 ടീമിന്റെ മുഴുവൻ സമയ ക്യാപ്റ്റനായി നിയമിതനായതിനു ശേഷം ഇന്ത്യ നാട്ടിൽ കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിത്. ഈ പരമ്പരയ്ക്ക് ശേഷം ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പര വരുന്നതിനാൽ ഏതാനും പ്രധാന താരങ്ങൾക്ക് ഇന്ത്യ T20 സ്ക്വാഡിൽ നിന്ന് വിശ്രമം നൽകിയിട്ടുണ്ട്. എന്നാൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ടീമിലുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മലയാളികൾക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഈ പരമ്പരയിൽ സഞ്ജുവിന് ഒരു പ്രമോഷൻ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആദ്യ T20യിൽ 2 അരങ്ങേറ്റ താരങ്ങളെയും ഇന്ത്യൻ നിരയിൽ കണ്ടേക്കാം. ബംഗ്ലാദേശിനെതിരായ ആദ്യ T20ക്കുള്ള ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്ന അഭിഷേക് ശർമ്മ മാത്രമാണ് ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലെ ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ. അതുകൊണ്ട് തന്നെ ആദ്യ T20യിൽ താരം ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ഓപ്പണിംഗിലേക്ക് പ്രമോഷൻ ലഭിക്കുമെന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റ് സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാർ ആരും സ്ക്വാഡിൽ ഇല്ലാത്തതാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് ഓർഡർ പ്രമോഷന് വഴിവെക്കുന്നത്. ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവ് ആകും 3-ാം നമ്പറിൽ ഇറങ്ങുന്നത്. T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്ററാണ് സ്കൈ ഫോമിലാണെങ്കിൽ ആദ്യ T20യിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ എളുപ്പമാകും എന്നത് തീർച്ചയാണ്. IPL-ൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമായ റിയാൻ പരാഗ് ആകും 4-ാം നമ്പറിൽ ഇറങ്ങുന്നത്. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായി എത്തിയതിനു ശേഷം ടീമിൽ മികച്ച പരിഗണനയാണ് റിയാൻ പരാഗിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ആകും മധ്യനിരയിൽ സ്ഥാനം ഉറപ്പാക്കുന്നത്. ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും മത്സരഗതി മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ് ഹാർദിക് പാണ്ഡ്യ. റിങ്കു സിംഗ് ആകും മധ്യനിരയിലെ മറ്റൊരു പ്രധാനി. ഫിനിഷിംഗിന്റെ ചുമതല ഈ ഇടംകയ്യൻ ബാറ്റർക്ക് തന്നെയാകും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യയുടെ വിശ്വസ്തനായി മാറിയ കളിക്കാരനാണ് അദ്ദേഹം. ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറും ആദ്യ T20യിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടാൻ തന്നെയാണ് സാധ്യത. വരുൺ ചക്രവർത്തി സ്ക്വാഡിൽ ഉണ്ടെങ്കിലും രവി ബിഷ്ണോയ്ക്കാകും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ആദ്യ T20യിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിക്കുന്നത്. T20യിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച റെക്കോർഡുള്ള താരമാണ് അദ്ദേഹം. ഇടം കയ്യൻ പേസറായ അർഷ്ദീപ് സിംഗ് ആകും പേസ് നിരയെ നയിക്കുന്നത്. അർഷ്ദീപ് ഫോമിലാണെങ്കിൽ ബംഗ്ലാദേശ് ബാറ്റർമാർ വിറയ്ക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ആദ്യ T20യിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ 2 അരങ്ങേറ്റക്കാർക്ക് അവസരം ലഭിക്കുമെന്നാണ് കിട്ടുന്ന സൂചന. മയാങ്ക് യാദവും ഹർഷിത് റാണയുമാണ് അത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കിരീട നേട്ടത്തിൽ സുപ്രധാന പങ്കുവച്ച ബൗളറാണ് ഹർഷിത്. മയാങ്ക് യാദവ് ആകട്ടെ 2024-ലെ IPL-ൽ വേഗത കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ച താരമാണ്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ താരമായിരുന്നു അദ്ദേഹം. സാധ്യത പ്ലേയിങ് 11 നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, റിയാൻ പരാഗ്, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ്, മയാങ്ക് യാദവ്. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി SAG News ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.